ലഹരിക്കെതിരായിട്ട് ഡിവൈഎഫ്ഐ ശക്തമായ ക്യാമ്പയിൻ നേരത്തെ തുടക്കം കുറിച്ചിട്ടുണ്ട്. പുതിയ സാഹചര്യത്തിൽ ആ കാര്യങ്ങൾ കുറെ കൂടി വിപുലമാക്കണം എന്നാണ് ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത്. ജനകീയ കവചം എന്ന പേരിൽ ഞങ്ങൾ കഴിഞ്ഞ 2 വർഷമായി നിരവധിയായ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിലിപ്പോൾ ലഹരിയുടെ വ്യാപനം, അതിൻ്റെ ലഭ്യത, അതാണ് വളരെ ഗൗരവമായ ഒരു പ്രശ്നമായിട്ട് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ലഭ്യത എങ്ങനെ ഉണ്ടാവുന്നു എന്നത് സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്. അപ്പോൾ അതിലിപ്പോൾ ഞങ്ങൾ ആലോചിക്കുന്നത്, ഞങ്ങൾക്കിപ്പോൾ 25,000-ൽ കൂടുതൽ യൂണിറ്റുകളുണ്ട്. അപ്പോൾ ആ യൂണിറ്റുകളെല്ലാം ബന്ധപ്പെടുത്തിക്കൊണ്ട് വിപുലമായ ഒരു ജാഗ്രതാ സമിതികൾ രൂപീകരിക്കണം എന്നാണ് ആലോചിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രദേശത്തെ ഒരു കുഞ്ഞിൻ്റെ കയ്യിൽ ഈ ലഹരി വസ്തുക്കൾ എത്തുന്നുണ്ടോ ഇല്ലയോ എന്ന് ആ പ്രദേശത്തുള്ള ആൾക്ക് ഏതാണ്ട് മനസ്സിലാക്കാനൊക്കെ കഴിയും. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തുക, അത്തരം കാര്യങ്ങൾ എക്സൈസിൻ്റെയും എൻഫോഴ്സ്മെൻറ്റിൻ്റെയും ശ്രദ്ധയിൽപ്പെടുത്തുക, ഇത്തരം കാര്യങ്ങൾ കുറെ കൂടി ജാഗ്രതയോടെ നിർവഹിക്കാൻ ഡിവൈഎഫ്ഐ എല്ലാ വിഭാഗം ആളുകളെയും ചേർത്തുകൊണ്ടുള്ള ജാഗ്രതാ സമിതികൾ രൂപീകരിച്ച് തുടങ്ങിയിട്ടുണ്ട്. മറ്റൊന്ന് ഇതുമായി ബന്ധപ്പെട്ട പ്രചരണങ്ങളാണ്. ഞങ്ങളിപ്പോൾ കായിക മേഖലയിൽ ഇത് സംബന്ധിച്ച് ലഹരിയാവാം കളിയിടങ്ങളോട് എന്നൊരു ക്യാപ്ഷൻ മുൻനിർത്തിക്കൊണ്ട് വിപുലമായ പരിപാടിക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. അപ്പോൾ കളിയിടങ്ങളിലേക്ക് കൂടുതൽ ആളുകളെ, ആരോഗ്യമുള്ള തലമുറയെ ആകർഷിക്കുക, അവരിൽ ലഹരി വിരുദ്ധ മനോഭാവം വളർത്തുകയും അതിൻ്റെ പ്രധാനപ്പെട്ട ലഹരി വിരുദ്ധ മനോഭാവത്തിനൊരു അംബാസഡർമാരായി ഇത്തരം പ്രതിഭകളായിട്ടുള്ള ആളുകളെ അണിനിരത്തണം എന്നുകൂടി ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ഒരു ആഴ്ച മുന്നെയാണ് കേരളത്തിൽ 200 കേന്ദ്രങ്ങളിൽ ഫെബ്രുവരി 8-9 തീയതികളിൽ ജാഗ്രതാ പരേഡുകൾ സംഘടിപ്പിച്ചത്. ആയിരക്കണക്കിന് ആളുകൾ ആ പരിപാടിയുടെ ഭാഗമായി അണിനിരന്നു ഓരോ കേന്ദ്രങ്ങളിലും എന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷെ ഇനിയും വിവിധ കാര്യങ്ങൾ അതിനെക്കുറിച്ച്, വിവിധ പരിപാടികൾ അതിനെക്കുറിച്ച് നടത്തേണ്ടതുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കുകയാണ്. അപ്പോൾ അതിവിപുലമായിട്ടുള്ളൊരു ജനകീയ യുദ്ധം തന്നെ നടത്തിക്കൊണ്ട് മാത്രമേ നമുക്കിതിനെ പരാജയപ്പെടുത്താൻ വേണ്ടി കഴിയൂ. നിങ്ങൾ ചോദിച്ചതുപോലെ വളരെ ഗൗരവമായ നിലയിൽ തന്നെയാണ് ലഹരിയുടെ വ്യാപനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിനെ ശക്തമായി യുവജനങ്ങളെ ആകെ അണിനിരത്തി ചെറുത്ത് പരാജയപ്പെടുത്തും. അതിനാവശ്യമായിട്ടുള്ള നേതൃത്വം ഡിവൈഎഫ്ഐ നിർവഹിക്കും എന്നാണ് പറയാനുള്ളത്. അത് അങ്ങേയറ്റം ഗൗരവമായിട്ടൊരു കാര്യമാണ്. കാരണം സ്വന്തം അമ്മയെ തലയറുത്ത് കൊല്ലുന്നു, സ്വന്തം അനുജനെ കൊല്ലുന്നു. നമുക്കത് ആലോചിക്കാൻ കഴിയുന്നതിനപ്പുറത്തുള്ള കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യണം ഞങ്ങളും ഗൗരവമായി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ പരിപാടികൾ യുവാക്കൾക്കിടയിൽ സംഘടിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് ഗൗരവമായ ഒരു പ്രശ്നമായി തന്നെ ഡിവൈഎഫ്ഐ അഡ്രസ്സ് ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് വയലൻസ് ഇത്രമാത്രം ഒരു ആഘോഷമായി മാറുന്നത് എന്നത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. അപ്പോൾ വയലൻസിനെ ആഘോഷിക്കുന്ന ഒരു തലമുറ ഒരു കാരണവശാലും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതിനെതിരായിട്ടും ശക്തമായിട്ടുള്ള ക്യാമ്പയിന് ഡിവൈഎഫ്ഐ നേതൃത്വം കൊടുക്കും. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ പ്രാദേശികമായിട്ട് ഞങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ ഇതുവരെ നമ്മളോട് അനുഭവമില്ലാത്ത ഒരുപാട് ആളുകൾ ഞങ്ങളുമായി സഹകരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഒരുപാട് വിവരങ്ങൾ കൈമാറുന്നുണ്ട്. ഞങ്ങൾക്ക് കിട്ടുന്ന വിവരത്തെ അടിസ്ഥാനപ്പെടുത്തി ഞങ്ങൾ എക്സൈസ് സംഘവുമായി സംസാരിച്ചിട്ടുണ്ട്. എല്ലാ കാര്യവും നമ്മളങ്ങനെ വെളിപ്പെടുത്താറില്ല. പക്ഷേ ഡിവൈഎഫ്ഐയുടെ പ്രാദേശികമായിട്ടുള്ള 10,000-കണക്കിന് വളണ്ടിയർമാർ രംഗത്തിറങ്ങിയപ്പോൾ ഞങ്ങളെ സമീപിക്കാൻ ഒരുപാട് ആളുകൾ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വിവരങ്ങൾ ഞങ്ങൾ കിട്ടുകയും അത്തരം കാര്യങ്ങൾ ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന്, അങ്ങേയറ്റം ഇതിന് അടിമപ്പെട്ട ആളുകളെ അവരുടെ പുനരധിവാസം നടത്താൻ ആവശ്യമായ കാര്യങ്ങൾ കൂടി ഗൗരവമായി നമ്മൾ ഏറ്റെടുക്കേണ്ട ഒരു കാര്യമാണ്. വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് പല രക്ഷിതാക്കളും കുറേ കാലത്തിന് ശേഷമാണ് തിരിച്ചറിയുന്നത്. അപ്പോൾ തൻ്റെ മകൻ ഇതിൻ്റെ ഭാഗമാണ് എന്ന് ഒരു ഘട്ടം കഴിയുമ്പോൾ മാത്രമേ തിരിച്ചറിയുന്നുള്ളൂ. അപ്പോൾ മദ്യപിച്ചാൽ ചിലപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ വീട്ടുകാർക്ക് തിരിച്ചറിയാൻ കഴിയും. പക്ഷെ ഇതൊരു പുതിയ തരം സിന്തറ്റിക് ലഹരിയാണ്, രാസലഹരിയാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ച് ഒരു ഘട്ടം കഴിയുമ്പോൾ മാത്രമാണ് ഇതൊക്കെ തിരിച്ചറിയുന്നത്. അതിൻ്റെതായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ അഡ്രസ്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇടപെടലാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്.